ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്, പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളിൽ. പക്ഷേ വടക്കൻ ജില്ലകളിലെ മഴയെന്ന് പറയുമ്പോൾ, വയനാട്ടിലെ മഴയെന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ആശങ്കയാണ്. നമുക്ക് ചൂരൽമലയിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പുന്നപ്പുഴയിൽ ഒഴുക്ക് ശക്തമാണ്. ബെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്കുണ്ട്. മുണ്ടക്കൈ അട്ടമല റോഡ് മുഴുവനായി വെള്ളത്തിൽ മുങ്ങിയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. എന്തായാലും പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിവരങ്ങളുമായി. രതീഷ്, ആ ബെയിലി പാലത്തിന് താഴെ കൂടി ആ വെള്ളം കുത്തിയൊലിച്ച് പോകുന്നത് കാണുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. നമുക്കറിയാം, ഈ കാലവർഷം തുടങ്ങിയ സമയത്തും ചൂരൽമലയിലെ ആദ്യം ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് തൊട്ടടുത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു ചെറിയ തോതിൽ. പക്ഷേ വനംവകുപ്പ് അടക്കം അത് അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴും ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കടക്കം കാണുമ്പോൾ മുകളിലെങ്ങാനും ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നൊരു ആശങ്ക കൂടി ഉണ്ടാവുകയാണ്. എന്തായാലും അതിൻ്റെ ഭയത്തിലും ആശങ്കയിലുമാണ് ആളുകൾ. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു? വയനാട് ചൂരൽമലയിൽ കനത്ത മഴ പെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ, ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ പ്രദേശമെല്ലാം നേരത്തെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി, കുത്തൊഴുക്കുണ്ടായി, പാറകളടക്കം അടർന്നു വീണ ഒഴുകിപ്പോയ ആ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പുന്നപ്പുഴയിൽ ഒഴുക്ക് അതിശക്തമാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ബെയിലി പാലത്തിന് തൊട്ട് താഴെ കൂടിയുള്ള ആ ദൃശ്യങ്ങളാണ്. കുത്തൊഴുകി പോവുകയാണ് വെള്ളം. പ്രദേശവാസികൾക്ക് അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രതീഷാണ് ചേരുന്നത്. രതീഷ്, നമുക്ക് ഈ വെള്ളം കാണുമ്പോൾ ഒരു സംശയം തോന്നുകയാണ്. വീണ്ടും മുകളിലെങ്ങാനും ഈ നേരിയ ഉരുൾപൊട്ടലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം. അത്രയും ഭീതിജനകമായിരുന്നു ആദ്യം ഉണ്ടായ ആ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട ദുരന്തവും അടക്കം. ഈ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ തോതിൽ മുകളിൽ ഉരുൾപൊട്ടി. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം താഴെ വനംവകുപ്പ് അടക്കം അറിഞ്ഞത് 2 ദിവസത്തിന് ശേഷമാണെന്ന് രതീഷ് തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോഴും അത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉൾവനത്തിലെങ്ങാനും മലയ്ക്ക് മുകളിലെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്ന ആശങ്കയും ഇതോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി, മഴയുടെ ഒരു കണക്കൊക്കെ? സ്വപ്ന, തീർച്ചയായും കനത്ത രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയ അതേ ഭാഗത്ത്, മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നൊരു നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള സ്ഥിരീകരിക്കേണ്ട ലഭ്യമായ വിവരങ്ങൾ ജില്ലാ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ അതായത് പുന്നപ്പുഴയിലൂടെ ഒഴുകുകയാണ്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായി, അതായത് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും രാവിലെ വരെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴ നല്ല രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണും ചെളിയും കുത്തിയൊലിച്ച് വീഴുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഈ ഭാഗത്തേക്ക് ഇന്ന് രാവിലെ തൊഴിലാളികളെ ഒന്നും തന്നെ കടത്തിവിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളൊക്കെ സുരക്ഷിതമാണ്, മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു നിലവിലുള്ള സാഹചര്യമില്ല. പക്ഷേ മണ്ണും കല്ലും അടക്കം ബെയിലി പാലത്തിന്റെ അടിയിലൂടെ, അതായത് ബെയിലി പാലത്തിന്റെ അരികിൽ വരെ, ബെയിലി പാലത്തിന്റെ ഉയരത്തിൽ വരെ ഏതായാലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യമാണ്. ഏതായാലും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ എന്തായാലും ആ പ്രദേശത്തൊന്നും, ആ മേഖലയിലൊന്നും മറ്റാരും ഇല്ല എന്ന് അത്രയെങ്കിലും അധികൃതർ അല്ലെങ്കിൽ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ടോ? നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണ്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. സ്വാഭാവികമായും ഇപ്പോഴും നമുക്ക് അടുത്തൊക്കെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ കാണാനും സാധിക്കുന്നുണ്ട്. ആ പ്രദേശത്തു നിന്നുമൊക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആശ്വസിക്കാമോ? തീർച്ചയായും അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ജനങ്ങളെ ഇന്ന് അത്തരത്തിൽ ആ ഭാഗത്തേക്കുള്ള റാണിമല, അതോടൊപ്പം മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ആരിസന്റെ തോട്ടങ്ങളിലേക്ക് ഒന്നും തന്നെ തൊഴിലാളികളെ കടത്തിവിട്ടിട്ടില്ല. ഇന്ന് രാവിലെ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, ഒരു സുരക്ഷാ മുൻനിർത്തലിന്റെ ഭാഗമായി തന്നെ ബെയിലി പാലത്തിന് അപ്പുറത്തേക്ക് തൊഴിലാളികളെ കടത്തിവിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ കുറച്ച് തൊഴിലാളികളെങ്കിലും ആ പാലത്തിന് അപ്പുറത്ത് പെട്ടിരിക്കാമെന്നൊരു ആശങ്ക, അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആശങ്കയ്ക്കുള്ള ഒരു സാഹചര്യമുണ്ടോ? ആരെങ്കിലും പാലത്തിനപ്പുറത്ത് പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഈ മേഖലയിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവർ ആ ഭാഗത്തുണ്ടാകും. പക്ഷേ ഈ മുണ്ടക്കൈ ഭാഗത്തല്ല. അതുകൊണ്ട് തന്നെ അട്ടമല ഭാഗത്താണ് ഈ തൊഴിലാളികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം. പക്ഷേ ഇപ്പുറത്തേക്ക് അവരെ എത്തിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം പുഴ കര കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുണ്ടക്കൈ ഭാഗത്ത് ഏത് ഭാഗത്താണ് ഇത്തരത്തിൽ വീണ്ടും ഈ മണ്ണിടിച്ചൽ, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നത് ഇനി പരിശോധനയിൽ മാത്രമേ. ഈ മഴ ഇങ്ങനെ എത്ര സമയമായി ഇതേപോലെ തുടരുകയാണ് രതീഷ്? സ്വപ്ന, കേട്ടില്ല. ഈ മഴ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ ശക്തമായ മഴ എത്ര സമയമായി, എത്ര മണിക്കൂറുകളായി ഇങ്ങനെ തുടരുകയാണ് ഇപ്പോൾ വയനാട്ടിൽ?
കഴിഞ്ഞ രാത്രി മുതൽ ഈ ഭാഗത്ത് ശക്തമായ രീതിയിൽ തന്നെ മഴയുണ്ട്. രാവിലെയും അതിശക്തമായ മഴ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തേക്ക് ബെയിലി പാലത്തിനപ്പുറത്തേക്ക് ഒരാളെ പോലും കയറ്റിവിടാതെ ഒരു സുരക്ഷാ മുൻ ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ പോലീസും അവിടെ ഏർപ്പെടുത്തിയത്. റവന്യൂ വിഭാഗത്തിന്റെ ആളുകളുമുണ്ട്. പോലീസിന്റെ കഴിഞ്ഞ ഹെഡ് പോസ്റ്റിൽ പോലീസിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരാളെയും കൂടുതൽ രാവിലെ അക്കരയ്ക്ക് കടത്തിവിടാതെ ഒരു മുൻകരുതൽ എടുത്തിരുന്നു. കാരണം പുന്നപ്പുഴ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകരുതൽ എടുത്തത്. ഏതായാലും ബെയിലി പാലത്തിന്റെ അതായത് അടുത്തോളം ഇപ്പോൾ ഏതായാലും വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അപ്പുറത്തുള്ള ആളുകളെ എത്രയും വേഗത്തിൽ ഇക്കരെ എത്തിക്കാനുള്ള ശ്രമം ഇനി ഭാഗത്ത് നടത്തേണ്ടത്. അത് എത്രത്തോളം തൊഴിലാളികൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവിടേക്കുള്ളത്. മറ്റു തൊഴിലാളികളെ മറ്റു തൊഴിലാളികൾ കടത്തിവിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്. കാരണം ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായി കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞിരുന്നു അടർന്നു വീഴാവുന്ന ഒരു മൺകൂന കൂടി ഇതിന്റെ മേൽഭാഗത്തുണ്ട്. അത് ഏതായാലും ശക്തമായ മഴയിൽ ഒലിച്ചിറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ തവണ തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായി റിപ്പോർട്ട് നൽകിയിരുന്നു. ആ ഭാഗമായിരിക്കാം ഇങ്ങോട്ട് ഇനി അടർന്നു വീണാൻ സാധ്യതയുള്ളതെന്നൊരു ഇനി പരിശോധന. തീർച്ചയായും രതീഷ്, അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. ഒരുപക്ഷേ ഉൾവനത്തിൽ മലമുകളിലെങ്ങാനും ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ? അടർന്നു വീഴാൻ പാകമായി നിൽക്കുന്ന ആ മല ഇനിയും താഴോട്ടെങ്ങാനും അടർന്നു വീഴാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതൊന്നും നമുക്കിനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വയനാട്ടിൽ നിന്ന് പ്രേക്ഷകരടക്കം മലയോര മേഖലകളിൽ നിന്നുള്ള പ്രേക്ഷകരടക്കം ഒരുപക്ഷെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറുക. ശക്തമായ മഴ വയനാട്ടിൽ തുടരുകയാണ്. വയനാട് ചൂരൽമലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു പ്രദേശവാസി മനോജ് ചേരുകയാണ് അമൃത വാർത്തകളോടൊപ്പം. മനോജ്, എത്ര സമയമായി ഇത്തരത്തിൽ ഈ മഴ തുടരുന്നു? ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു ഉരുൾപൊട്ടലിൻ്റെ അതിൻ്റെ ഒരു ഭീതിയിലും പേടിയിലുമൊക്കെ നിങ്ങൾ ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അതിൻ്റെ ഭീതി ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ഈ മഴ ശക്തമായി തുടരുന്നു. ഒരുപക്ഷേ ഉരുൾപൊട്ടൽ ഉൾവനത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? അല്ല, ഏത് വണ്ടി വിടുന്നത്? മനോജിന് കേൾക്കാമോ? എനിക്ക് തോന്നുന്നു മനോജ് ആ ബഹളത്തിനിടയ്ക്ക് ആ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന ആ മേഖലയിൽ എവിടെയോ നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കുറച്ച് തൊഴിലാളികളെങ്കിലും ആ പാലത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്നു. മനോജ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോജ്, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? നമുക്ക് ആ ബെയിലി പാലത്തിൻ്റെ താഴെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുത്തിയൊലിച്ചു പോവുകയാണ്. ഒരു പക്ഷേ ഉൾവനത്തിൽ മുകളിലെങ്ങാനും ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത് സാറേ, രാവിലെ നമുക്ക് വലിയൊരു ശബ്ദം കേട്ടിട്ടാണ്, ഈ ചെളിയുടെ സ്മെല്ലൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഈ ബെയിലിപ്പാലത്തിന്റെ ഒക്കെ അടുത്തേക്ക് വന്നത്. അപ്പൊ ഏകദേശം ഒരു 3/4 ഭാഗോളം വെള്ളം ഇവിടെ കയറി കിടക്കുന്നുണ്ട്. അന്നേരം ഭയങ്കര ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയും ഇന്നും രാവിലെയായിട്ട്. ഏകദേശം ഇപ്പോൾ കുറെ പ്രദേശവാസികൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കുറെ തോട്ടം തൊഴിലാളികൾ അപ്പുറത്തേക്ക് പണിക്ക് പോയിട്ടുണ്ട്. അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പുറത്തേക്ക് അവരെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾക്ക് ഇപ്പോൾ നിത്യ ഉപാധി എന്ന് പറയുന്നത്, ജീവനോപാധി എന്ന് പറയുന്നത് കുറെ ആളുകൾക്ക് നിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ. പലർക്കും പണിയില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പൊ കുറെ ഉപാധി വെച്ചിട്ട് അവരുടെ നിത്യ ജീവനോപാധിയൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ. ഇപ്പൊ ശക്തമായ മഴ ഇപ്പോഴും നിലവിൽ ഇവിടെ ഉണ്ട്. വേലിപ്പാലത്തിന്റെ തൊട്ട് ഏകദേശം ഒരു 3/4 ഭാഗം വെള്ളപ്പവും കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ മനോജ്, ഈ പാലത്തിന് അപ്പുറത്തുള്ളവരെല്ലാം ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് ഫലം കാണുന്നുണ്ടോ? എല്ലാവരെയും പൂർണ്ണമായും ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാമോ? അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഏകദേശം ഇപ്പോൾ നമ്മളെ ഇവിടുന്ന് ടാക്സി ജീപ്പുകാർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഒരു അട്ടമല ഏറാട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 4-5 ആദിവാസി കുടുംബങ്ങളുണ്ട്. അവരെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടാക്സി തൊഴിലാളികളായിട്ട് ഒരു 2-3 പേര് പോയിട്ടുണ്ട് അവിടെ ജീപ്പും കൊണ്ട്. ഏകദേശം ഒരു തോട്ടം തൊഴിലാളികളുടെ ആളുകളൊക്കെ ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ട്രൈബൽസിനെയും കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രദേശമെല്ലാം ഈ കഴിഞ്ഞ ആദ്യത്തെ ഉരുൾപൊട്ടൽ ആ സമയത്ത് എന്താണ് ഈ ഉരുൾപൊട്ടൽ ചവച്ചു തുപ്പിയെറിഞ്ഞ പ്രദേശമാണ്. ഇപ്പോഴും അതിൻ്റെ സ്മാരകങ്ങൾ പോലെ ആ മൺതിട്ടകളും മൺകൂണുകളും ഒക്കെ അതുപോലെയുണ്ട്. കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. ആ പ്രദേശത്തൊന്നും ആരും ഇപ്പോൾ താമസിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലേ? അല്ല, ഇപ്പോഴും പല ആളുകളും ഇവിടുന്ന് സേഫാണ്. ഈ മത്തായി സാറ് കുറ്റിയടിച്ച് ഇവിടെ സേഫാണെന്ന് പറഞ്ഞ സോണില് പലരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്റെ ഒരു പ്രദേശത്തിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇവിടെ നിലവിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ അടിക്കടി ഒരു ഉരുൾപൊട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വൈരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്.
തീർച്ചയായും അടിക്കടി ഇത്തരത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, പക്ഷേ ഈ ദുരന്തങ്ങളെ നമുക്ക് എത്രത്തോളം മാറ്റി നിർത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല മനോജ്. ചെയ്യേണ്ടത് നമ്മൾ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് പരമാവധി ഈ ഒരു മുന്നറിയിപ്പുകളും എല്ലാം നമ്മൾ കണക്കിലെടുത്ത്, മുൻപുണ്ടായ അനുഭവങ്ങളെല്ലാം കണക്കിലെടുത്ത് സുരക്ഷിതമായ ഒരു പ്രദേശത്തേക്ക് മാറുക. അധികൃതർ വേണ്ട രീതിയിൽ പുനരധിവാസത്തിനടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അത്തരം നടപടികളിലേക്ക് തന്നെയാണ് ഭരണകൂടം അടക്കം കടക്കുന്നതും. എന്തായാലും സുരക്ഷിതനായിരിക്കുക മനോജ്. താങ്ക് യു. രതീഷാണ് ചേരുന്നത്. വയനാട് ചൂരൽമലയിൽ കനത്ത മഴയാണ്. പുന്നപ്പുഴയിൽ വലിയ രീതിയിൽ ഒഴുക്ക് ശക്തമാണ്. ബെയിലി പാലത്തിന് ഏതാണ്ട് തൊട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം കുത്തൊഴുക്കിലൂടെ പോകുന്നത്. ഈ മനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ശബ്ദം കേട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് ചെളിയും വെള്ളവും ഒക്കെയായി ഏതാണ്ട് വലിയ രീതിയിൽ പുന്നപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും പാലത്തിനപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളായി കുറച്ച് പേർ പോയിട്ടുണ്ട്. അവിടുത്തെ അതിഥി തൊഴിലാളികളടക്കം പോയിട്ടുണ്ട്. അവരെ ഇങ്ങെത്തിക്കുന്നതിനുള്ള കുറച്ച് പേർ അവിടെ പെട്ടിട്ടുണ്ട് എന്ന സംശയമുണ്ട്. അവരെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം വിജയം കാണുന്നു എന്നാണ്. പക്ഷേ ഇപ്പോഴും നിൽക്കുന്ന പരാതി, ഇങ്ങനെയൊരു മേഖലയിലാണ് തങ്ങൾ ജീവിക്കുന്നത്, എന്നിട്ട് പോലും തങ്ങളുടെ പുനരധിവാസത്തിനുള്ള, ജീവിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷവും ഈ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും, ഇത്രയും മാസങ്ങൾക്ക് ശേഷവും ഒരുക്കി തന്നിട്ടില്ല, ഒരുക്കി കിട്ടിയിട്ടില്ല. വല്ലാത്ത കഷ്ടത്തിലാണ്. അതിൻ്റെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ വികൃതികളും. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളിൽ ഒന്നായ ഇരുവഴിഞ്ഞിപ്പുഴയിലും മഴവെള്ളപ്പാച്ചിലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലൂടെ ഒഴുകി ചാലിയാറിൽ ചേരുന്ന നദിയാണ് ഇത്. ശക്തമായ മഴയും കുത്തൊഴുക്കുമൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ഉൾവനങ്ങളിൽ എങ്ങാനും ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്ന ആശങ്കയാണ് നിൽക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ കാലവർഷം തുടങ്ങിയ സമയത്ത് വയനാട് ചൂരൽമല ആ മേഖലകളിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന തൊട്ടടുത്തായിട്ട് ചെറിയ തോതിൽ ഉരുൾപൊട്ടലായി. എങ്കിൽ കൂടിയും വനം വകുപ്പ് അടക്കം പാറക്കഷ്ണങ്ങളടക്കം അടർന്നു വീണിട്ടും ഒരുപക്ഷെ വനം വകുപ്പിലേക്കടക്കം അത് താഴേക്കടക്കം എത്തുന്നത് അറിഞ്ഞതുപോലും 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴും അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തം ഉണ്ടാകാൻ അങ്ങേയറ്റം സാധ്യതയുള്ള ദുർബലമായ പരിസ്ഥിതി ലോല മേഖലയാണ് വയനാട്ടിലെ ഈ പ്രദേശങ്ങളെല്ലാം. അതിനെ അതിജീവിച്ചും അതിജീവനത്തിന് വേണ്ടി ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആളുകൾ നിൽക്കുന്നു, താമസിക്കുന്നു, ജോലിക്ക് പോകുന്നു. അതാണ് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നത്.